നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 വർഷത്തിനിടെ സംസ്ഥാനത്തിന്റെ റോഡ് ശൃംഖലയിൽ അസാധാരണമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. 2017 മുതൽ ഹൈവേ 7002 കിലോമീറ്ററിൽ നിന്ന് 10214 കിലോമീറ്ററായും ഗ്രാമീണ റോഡുകൾ 87517 കിലോമീറ്റർ മുതൽ 1,93,581 കിലോമീറ്റർ വരെ വർദ്ധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് അവലോകനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. പ്രധാന ജില്ലാ റോഡുകളുടെയും മറ്റ് ജില്ലാ റോഡുകളുടെയും ശൃംഖലയെയും വിപുലീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് പ്രതിദിനം ശരാശരി 9 കിലോമീറ്റർ റോഡുകൾ വീതി കൂട്ടുകയോ ബലപ്പെടുത്തുകയോ ചെയ്യുന്നു. ഗ്രാമങ്ങളിൽ പ്രതിദിനം 11 കിലോമീറ്റർ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗതാഗതത്തിന്റെ നിർണായക പങ്ക് കണക്കിലെടുക്കുമ്പോൾ റോഡ് നിർമ്മാണത്തിന്റെ ഈ വേഗത ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുന്നു. ഇത് വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 50 വർഷം പിന്നിട്ട സംസ്ഥാനത്തെ എല്ലാ പാലങ്ങളും സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് യോഗി പറഞ്ഞു. ഈ പരിശോധന അവയുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ അവസ്ഥ, കടവ്, പാലങ്ങളുടെ ജലപാതയിലെ തടസ്സം, തൂണിന്റെ വശത്തുള്ള ദ്വാരങ്ങൾ, പാറകൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കണം. പരിശോധനയിൽ ഏതെങ്കിലും പാലം സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയാൽ അത് ഗതാഗതത്തിനായി ഉടൻ അടയ്ക്കണം. അതനുസരിച്ച് പ്രാദേശിക ജില്ലാ ഭരണകൂടങ്ങളെ അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന കൻവാർ യാത്രയ്ക്ക് മുൻപ് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട റോഡുകൾ 100% കുഴിരഹിതമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 15-നകം ഈ ദൗത്യം പൂർത്തിയാക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മതിയായ ഡ്രൈനേജ് ഉറപ്പാക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് ആസ്ഥാനത്തേക്ക് 2 വരി പാത കണക്ടിവിറ്റി നൽകാനുള്ള പ്രതിജ്ഞാബദ്ധ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 165 റോഡുകളിൽ 143 എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയായി എന്നത് പ്രശംസനീയമാണ്. ബാക്കിയുള്ള പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണം. സംസ്ഥാനത്തിന്റെ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന റോഡുകളിൽ വലിയ ഗേറ്റുകളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഭൂമി ലഭ്യത പ്രശ്നമാകുന്ന സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ അധികാരികളുമായി ഉടനടി ഏകോപിപ്പിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. ഈ ഗേറ്റുകൾ അതിർത്തികളിൽ നേരിട്ട് നിർമ്മിക്കണം. മതിയായ ലൈറ്റിംഗ് സംവിധാനങ്ങളോടെ ആകർഷകമാക്കി രൂപകൽപ്പന ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി FDR നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് UP PWD ആണ് എന്നത് പ്രശംസനീയമാണ് എന്നും യോഗി പറഞ്ഞു. ഉന്നാവോ ജില്ലയിൽ പഴയ റോഡ് റീസൈക്ലിംഗ് ചെയ്ത് സിമന്റ് ചെയ്ത അടിത്തറ നൽകി FDR ജോലിയും കാൺപൂരിൽ അഡിക്റ്റുകളും ഉപയോഗിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതൊരു നല്ല പരീക്ഷണമായിരുന്നു. മൊത്തം മറ്റ് ജില്ലാ റോഡുകളുടെ പകുതിയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കണം എന്നതായിരിക്കണം നമ്മുടെ ശ്രമം. പുതുമകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും റോഡിൽ നിലവിലുള്ള PCU വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളുടെ വീതി കൂട്ടുന്നതിന്റെ മാനദണ്ഡങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വിശാലമായ റോഡുകൾ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കും. മഴയിൽ പകുതിയായി നിർമ്മിച്ച റോഡുകളിൽ മണ്ണൊലിപ്പുണ്ടായാൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ്, പാലം പദ്ധതികളായാലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് നിർമ്മാണങ്ങളായാലും അംഗീകാരത്തിന് മുൻപ് അവയുടെ പ്രാധാന്യം വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിൽ സന്തുലിത അവസ്ഥയാണ് ഏറ്റവും പ്രധാനം. ആദ്യം ആവശ്യം പരിശോധിച്ച മുൻഗണന നിശ്ചയിക്കുക. തുടർന്ന് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ റോഡിന്റെയോ പാലത്തിന്റെയോ നിർമ്മാണത്തിന് അനുമതി നൽകുക. എല്ലാ 75 ജില്ലകളും വികസന സംരംഭങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നത് നിർണായകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു.